നിന്റെ അസുഖമൊക്കെ മാറിയാണേ? എന്താ സുഖം? അയ്യോ മോളാന്ന് പറഞ്ഞില്ലേ, ഇവന് ഭയങ്കര വയറിളക്കം തലവേദനയായിരുന്നു. ചുമ്മാ അവന്റെ ഓരോരോ നമ്പറുകള്. മോളെ പിടിച്ചു. ഇതൊന്നും വേണ്ടായിരുന്നു, നമ്മൾ വെളിയിൽ നിന്ന് കഴിച്ചോളാം. ആ പട്ടിണി കിടക്കോ പിന്നെ? വെളിയിൽ നിന്ന് കഴിക്കാന്ന്. വെളിയിൽ നിന്നൊന്നും കഴിക്കണ്ട, ഹോട്ടൽ ഫുഡ് കൊള്ളൂല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിച്ചാൽ മതി. നിങ്ങൾ ഓഫീസിലോട്ട് തന്നെയല്ലേ പോണേ? തൽക്കാലം ഓഫീസിലോട്ടല്ല മമ്മി, എനിക്ക് തോന്നി. പിന്നെ ഞങ്ങള് ആരെങ്കിലും ഇവിടെ തിരക്കി വന്നാൽ എവിടെ പോകുന്നൊന്നും പറയണ്ട കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടല്ല നിങ്ങൾ എങ്ങടാ പോണേന്ന്. അപ്പനോട് പറയാന്നൊക്കെ കേട്ടോ. എന്താണ് അമ്മയും മക്കളും കൂടെ ഒരു രഹസ്യം പറച്ചില്ലേ? അതെ, ഉച്ചക്ക് ഭക്ഷണം നല്ലോണം കഴിക്കണം എന്ന് പറയാറുണ്ട്. ഓ അങ്ങനെ, നന്നായി. എന്നാ നമുക്ക് ഇറങ്ങാം. നീ ഓഫീസിൽ നേരത്തെ വരുമോ വൈകുന്നേരം? നിങ്ങൾ ഓഫീസിൽ നിന്ന് വൈകുന്നേരം നേരത്തെ വരുമോന്ന്? ചിലപ്പോ പറയാൻ പറ്റില്ല, ചിലപ്പോ താമസിക്കും, ചിലപ്പോ നമ്മള് വരൂലല്ലേ. അതെന്ത് പറ്റിയ അപ്പൊ നേരത്തെ? ഒന്നുമില്ല, ഇവളൊരു ആഗ്രഹം പറഞ്ഞു വെട്ടുകാട് പള്ളിയിൽ പോകണമെന്ന്. ഇത് അടുത്തല്ലേ, നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാല്ലോ. ഇല്ല, അത് പിന്നെ നമ്മൾ ചിലപ്പോഴേ ഇന്ന് വരൂല, അതാണ്. അത് നീ ഓഫീസിൽ തന്നെയാണ് ഉറക്കം? അല്ല പപ്പ, കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, അപ്പം ലേറ്റ് ആയാലോ? അല്ല, നേരത്തെ വരാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് പോലെ. അവളൊരു ആഗ്രഹം പറഞ്ഞു. ചിലപ്പോ പുറത്ത് പോകേണ്ടത്, അതുകൊണ്ടാണ്. പുറത്തെന്ന് പറഞ്ഞാ? പുറത്ത് പറഞ്ഞാൽ ട്രിവാൻഡ്രം വിട്ട്. ട്രിവാൻഡ്രം വിട്ട സ്ഥലത്തിന് പേരില്ലേ? എറണാകുളം. ഓ, എറണാകുളത്താണോ? അപ്പൊ പോയിട്ട് ഇന്ന് വരൂല? അപ്പം എറണാകുളത്ത് പോയി തന്നെ വരും. ഇപ്പൊ അതില് പോണത്. അതാ ചോദിച്ച, പോയിട്ട് എന്ന് വരുമെന്ന് തിരിച്ച്. ചിലപ്പോ നാളെ വരും, ചിലപ്പോ മറ്റന്നാൾ വരും. ഒരു ഉറപ്പില്ലേ? ഉറപ്പുണ്ടെങ്കിൽ പറയൂലേ. ചേടാ ശരി, എങ്ങനെയെങ്കിലും ആവട്ടെ. നിങ്ങൾ എന്തായാലും വന്നിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടെ പള്ളിയിൽ പോകും. അവളൊരു ആഗ്രഹം പറഞ്ഞല്ലേ? പോവാ. പിന്നെ എറണാകുളത്ത് പോണെങ്കിലേ നമ്മുടെ സദാശിവൻ ഒരു ഫയല് തന്നു, അതുകൂടെ ഒന്ന് വാങ്ങിച്ചു. ഒരു തരത്തില് സമ്മതിക്കില്ല. ഞാൻ ആ ഫയൽ എങ്ങനെ ഇവിടെ വാങ്ങിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഓഫീസിലെ ചില ഡോക്യുമെന്റ്സ് ആണ്. എന്തായാലും നിങ്ങൾ പോവല്ലേ, അപ്പൊ അത് ഞാൻ വാങ്ങിച്ചോട്ടെ. എന്താ ഈ ബസ്സിലൊക്കെ കൊടുത്തു വിടും, അങ്ങനെ വാങ്ങിച്ചാൽ പോരെ? എടാ, അതിന് വേണ്ടി ഇനി ഒരാൾ മെനക്കെട്ട് വരണ്ടേ? ഇതിപ്പോ എന്തായാലും നിങ്ങൾ എറണാകുളത്ത് പോലെ, അപ്പൊ തിരിച്ചു വരുമ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചോണ്ട് വന്നാൽ പോരെ? മതിയല്ല. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടില്ലല്ലോ. എനിക്കെന്താ ബുദ്ധിമുട്ട്? എന്നാ ശരി, പോയിട്ടോ. അത് ഞാനേ അവന്റെ നമ്പർ തരാം. നീ അയച്ചിരുന്നാ മതി. അയച്ചു തന്നാ നീ മറന്നു പോകും. ഫോൺ എടുത്ത് ഡയലി ഞാൻ പറഞ്ഞുതരാം. ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? അല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു. ആയി ശരി. സ്വിച്ച് ഓഫ് ആയ ഫോണും കൊണ്ട് ഓഫീസിൽ പോകുന്നത് അടുത്ത് ഓൺ ചെയ്യും. എന്തിന്? എടാ, നമ്പർ പറഞ്ഞുതരാന്ന്. എന്തിന് കഷ്ടമാ ഇത്? വേണ്ട, ഞാൻ എടുത്തോളാം. എന്നാ എടുത്ത് ഡയലി. ഡയലി എന്ന് പറഞ്ഞാൽ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. ഓൺ ചെയ്തിട്ട്. ഓണായ? ഓണായി. ഇനി പറയാമോ? ഇനി പറയാം. 97 42 42. അത് അടിച്ച്. എടാ, 2:42. 2:42 അടിച്ച്. കോള് വരണം ചുമ്മാ. ആര് കോള് പറഞ്ഞെങ്കിൽ എടുക്ക്. പിന്നെ എടുക്ക്. ഒന്നീ നീ എടുക്ക, അല്ലെ കട്ടി. അല്ല, എടുക്കട്ടെ. എന്നാ എടുക്ക്, സംസാരിക്കും. ഹലോ, ഞാൻ വീട്ടില്. എന്ത്? ഹലോ, ആരാടാ? അല്ല, ഓഫീസിൽ നിന്ന്. ഓഫീസിൽ നിന്ന്? ഓ, അപ്പൊ നിങ്ങൾ ഓഫീസിലേക്കല്ലേ പോകുന്നത്? ഓഫീസിലോട്ടാണ് പോണത്. ഓഫീസിൽ പെട്ടെന്ന് പോവാൻ. എന്നാ പെട്ടെന്ന് ചെല്ല്. പെട്ടെന്ന് എന്ത് പെട്ടെന്ന് ചെല്ലേ. പോണ്ടേ? അല്ല, പോണം. സദാശിവനെ വിളിക്കാൻ മറക്കരുത്. അവിടെ ചെന്നിറങ്ങി ഉടനെ വിളിക്കണം. ഇനിയിപ്പം എറണാകുളത്തൊന്നും പോക്ക് നടക്കും തോന്നുന്നില്ല അല്ലേ? അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പോട്ടെ ആദ്യം. അപ്പൊ എറണാകുളത്ത് പോക്ക് നടക്കൂലേ? എറണാകുളത്ത് പോവെന്ന് അറിഞ്ഞൂടാ. ഫയലിന്റെ കേസ് ആകെ പ്രശ്നമല്ല. ഞാൻ ഇപ്പൊ എന്തോ ചെയ്യുമെന്നാണ്. ഇങ്ങോട്ടൊരു ഫയല്. മനുഷ്യനിവിടെ തീ ചവിട്ടി നിൽക്കുമ്പോഴാണ് ഫയല്. എവിടെ തീ? എന്തോന്നടേ?